ഹായ്, യഥാർത്ഥത്തിൽ മലയാളികൾ റഷ്യ വിടുന്നുണ്ടോ? റഷ്യ വിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ? അതൊക്കെ യഥാർത്ഥത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണോ? അപ്പോൾ എല്ലാവർക്കും മലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗേസ്, എൻ്റെ പേര് ഇജാസ്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ റഷ്യ വിട്ട് അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ബ്രോ റഷ്യയിൽ എന്താ അതിനുള്ള സാലറി കുറവാണോ? എന്തുകൊണ്ടാണ് റഷ്യ വിടുന്നത്? പിന്നെ അവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ റഷ്യ വിടാനുള്ള കാരണം? എന്തുകൊണ്ടാണ് റഷ്യ വിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ളത് സത്യത്തിൽ ഒരു എന്താ പറയുക, ഇതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും റഷ്യ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മതിയായ കാരണങ്ങളില്ലാതെ ഒരാളും റഷ്യ വിട്ടു പോകത്തില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ റഷ്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസി അത് ഏതാണ്? ആ ഏജൻസിയുടെ അഡ്രസ്സ് എന്താണ്? അത് ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി ആണോ? അത് ഫേക്ക് ആണോ? നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് നിങ്ങൾ വരുന്ന വിസ ഏതാണ്? നിങ്ങളുടെ വർക്ക് വിസയാണോ? അതോ ബിസിനസ് വിസയാണോ? ടൂറിസ്റ്റ് വിസയാണോ? പ്രൈവറ്റ് വിസയാണോ? സ്റ്റുഡൻറ്റ് വിസയാണോ? ഏത് വിസയിലാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം മലയാളികളാണ് ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന്. അപ്പോൾ ഈ മലയാളികൾ തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെ പറ്റിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷ്യയിലേക്ക് വരും. അപ്പോൾ അവർക്ക് ഈ ലാംഗ്വേജ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റുഡൻറ്റ് വിസ എടുത്തു കൊടുക്കും. അങ്ങനെ അതിൽ വന്ന് ജോലി കിട്ടാതെ തേരാപ്പാര നടക്കും. റഷ്യൻസ് ആണെങ്കിൽ ജോലി കൊടുക്കാനും അവർ തയ്യാറാവില്ല. അവരെ കയ്യിൽ റഷ്യക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റിൽ നിങ്ങളെ ഒരിക്കലും ഒരു റഷ്യൻ കമ്പനിയും ഒരു റഷ്യയിലുള്ള ഒരു സ്ഥാപനവും നിങ്ങളെ ജോലിക്ക് എടുക്കത്തില്ല എന്നുള്ളതാണ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഡൽഹിയിലെയും മുംബൈയിലെയും ചെന്നൈയിലെയും കേരളത്തിലെ ഏജൻസിയെ വിശ്വസിക്കാതെ ട്രാപ്പിലാണ്. കാരണം കേരളത്തിലെ എല്ലാ ഏജൻസികളും നല്ല ഏജൻസികളാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ വളരെ റയറായിട്ടുള്ള കുറച്ച് നല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഏജൻസികളുണ്ട്. അതിൽ ഭൂരിഭാഗവും തട്ടിപ്പ് ഏജൻസിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം എനിക്ക് ഡെയിലി ഓരോ കോളും 1, 2, 3 കോൾ വരാറുണ്ട്. കാരണം ഇതായത് ബ്രോ ഇങ്ങനെ വന്ന് ഒരു ഏജൻസി വഴി വന്നതാണ്, ഇങ്ങനെ പറ്റിക്കപ്പെട്ടു പോയി. അപ്പോൾ അതിനുശേഷമാണ് ബ്രോയുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറി കാണാനിടയായത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബ്രോയെ കോൺടാക്ട് ചെയ്തത്. ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കണ്ടു, അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ ഡെയിലി ഒരു 2-3 കോളെങ്കിലും ഡെയിലി വരാറുണ്ട്. കാരണം ഇവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് വിസയ്ക്ക് വേണ്ടി ക്യാഷ് കൊടുത്ത് എന്താണെന്ന്, എന്ത് ജോലിയുടെ ടൈം എന്താണ്, വർക്കിംഗ് എത്ര ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നും, അതുപോലെ തന്നെ എവിടെ നിന്നാണ് പ്രോപ്പറായിട്ടുള്ള റഷ്യയുടെ ഏത് ഭാഗത്തു നിന്നാണ് ഇവർക്ക് ജോലിൻ്റെ ഓഫർ ലെറ്റർ, അതായത് ഗ്യാരണ്ടി ലെറ്റർ കിട്ടുന്നത്, വർക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്, ഇതൊന്നും നോക്കാതെ വെറുതെ കയറി ഈ ഏജൻസികളുടെ വാക്കുകൾ വിശ്വസിച്ച് പൈസ കൊടുത്തിട്ട് പെട്ടുപോകുന്ന ഒരുപാട് ആളുകൾ എന്നെ ദിനം പ്രതി വിളിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. കാരണം ഒന്നാമത്തെ കാര്യം, ഒന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് അവരെ ഡീപ്പോർട്ട് ചെയ്തു. കാരണം ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ടായിരിക്കും റഷ്യ എന്നുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് റഷ്യയിലേക്ക് കയറി വരുന്ന ആളുകൾ. അപ്പം എയർപോർട്ട് വരെ എത്തി, എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാവുക. അപ്പം നിങ്ങളെ അവർ ഡീപ്പോർട്ട് ചെയ്ത് അയക്കും. അപ്പോൾ ഈ ഡീപ്പോർട്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പം നഷ്ടം വരിക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവരുന്ന ആളുകൾ അത് ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എൻ്റെ പേര് പറഞ്ഞിട്ട് പല ഏജൻസികളും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. എനിക്ക് അതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കാരണം ഞാൻ പല ആളുകളായി സംസാരിച്ച് കാണും. റഷ്യയിലുള്ള പല കമ്പനികളും നമുക്കുണ്ട്, ഒരുപാട് ആളുകളായി സംസാരിച്ചു. പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഒരു 2-3-4 ദിവസങ്ങൾക്കിടയിൽ പോലും
ഒരാൾ പറഞ്ഞു വിളിച്ചിട്ട്, ഇജാസ് ഭായ് നിങ്ങളെ ഒരു കെയർ ഓഫിലുള്ള ഏജൻസിയാണ്, അപ്പോൾ അത് ഏജൻസിയുടെ പേരോ കാര്യങ്ങളൊക്കെ എന്നോടത്ത് പറഞ്ഞു. ഞാൻ അവരോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ഏജൻസി എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് എനിക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല, നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, ഇതിൽ എന്തെങ്കിലും നിങ്ങൾ പെട്ടുപോകാൻ ഇടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കേണ്ട, എനിക്ക് അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു. കാരണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ തരുന്ന ഏജൻസി അത് ലീഗലായിട്ടുള്ള ഏജൻസി ആണെന്നുള്ളത് അന്വേഷിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിസ ആരാണോ ചെയ്തു തരുന്നത് പുള്ളിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൂവായിട്ട് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും എഗ്രിമെൻറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഫേക്ക് വിസയിൽ മറ്റേ ഒരു ജോലി സാധ്യത ഒന്നും ഇല്ലാത്ത വിസയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഈ സ്റ്റുഡൻറ്റ് വിസ പോലുള്ള ലാംഗ്വേജ് കോഴ്സ് വിസ ഒക്കെ ഒരുപാട് മലപ്പുറത്തുള്ള ചില ആളുകളെ എനിക്കറിയാം. കാരണം ഒരുപാട് ഫ്രോഡായിട്ടുള്ള ചില ആളുകൾ റഷ്യയിൽ ഇപ്പം ഇല്ലീഗലായിട്ട് റഷ്യയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, ഇപ്പോഴും റഷ്യയിലുണ്ട്. അപ്പോൾ അവരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ളത് വലിയൊരു പണിഷ്മെൻ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക. കാരണം ഇപ്പോഴും പല ആൾക്കാരെയും പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും റഷ്യയിലേക്ക് ഇനി കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് റഷ്യയെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് മുൻകൂട്ടി ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ലീഗലായിട്ട് റഷ്യയിൽ വരാൻ നോക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. നിങ്ങളുടെ വിസൻ്റെ ശമ്പളം എങ്ങനെയാണ്, നിങ്ങളുടെ ശമ്പളം എത്രയാണ്, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, നിങ്ങൾക്ക് എത്ര ടൈം ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ചോദിച്ച് ആരാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ആൾ അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികളെ ഒരുപാട് പേര് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ജോലി കിട്ടാതെ, അതുപോലെ തന്നെ ഈ ചില സമയത്ത് വളരെ റയറായിട്ട് ചില ആളുകൾക്ക് ഈ KFC പോലുള്ള സ്ഥാപനങ്ങളിൽ, അതും ഒരുപാട് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ, അതായത് റഷ്യയിലുള്ള മോസ്കോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ KFCയിൽ ഈ മറ്റേ ഡിഷ് വാഷർ, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോബ്, ആ ജോബ് അതായത് ഡിഷ് വാഷിംഗ്, ടേബിൾ ക്ലീനിങ് ജോബ്, അങ്ങനെയുള്ള ജോബൊക്കെ ചെയ്തിട്ട് വെറും 1500 റൂബിളിൽ മാത്രം ശമ്പളം ചെയ്ത് പണിയെടുത്ത് കൈൻ്റെ തൊലിയൊക്കെ പൊട്ടി ആകെ ഒരു കോലമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വന്ന് ടെൻഷൻ അടിച്ച് റഷ്യയിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ പെട്ടുപോയതാണ്, ഏജൻസിയുടെ വാക്ക് വിശ്വസിച്ച് പെട്ടുപോയതാണ്. ഏജൻസി പറയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്ര നല്ല വലിയ ഹൈ ലെവൽ ക്വാളിറ്റിയുള്ള ജോബും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയും. പക്ഷെ പല ജോബുകളും നിങ്ങൾക്ക് കോട്ട ജോബുകളാണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള ചില ജോബുകൾ മാത്രമേ ഇവിടെ റഷ്യയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജോബുകൾ മാത്രം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജോബിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനുശേഷം മനസ്സിലാക്കുക വിശ്വസിക്കാൻ പറ്റിയ ഏജൻസിയാണോ എന്നുള്ളത്. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ഒരുപാട് പേര് തിരിച്ച് മന്ത്ലി തന്നെ ഒരുപാട് പേര് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് ഈ വിസയിൽ നിന്ന് വേറെ മറ്റേ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? അങ്ങനെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിസയിലാണോ വന്നത് ആ വിസയിൽ നിന്ന് റഷ്യൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും വർക്ക് വിസയിലേക്കോ നിങ്ങളുടെ മറ്റൊരു ഇപ്പോൾ ബിസിനസ് വിസയിലോ വന്നെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് നല്ല ജോബും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ജോബും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നല്ലൊരു ശമ്പളം കിട്ടുവാണെങ്കിൽ റഷ്യ എന്ന രാജ്യം നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരിക്കും. ഏറ്റവും നല്ലൊരു ശമ്പളം കൂടി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് രാജ്യം കൂടിയാണ് റഷ്യ എന്ന് പറഞ്ഞത്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും ഒരുപാട് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ്. യൂറോപ്പിനേക്കാളും നല്ല ഒരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് രാജ്യം തന്നെയാണ് റഷ്യ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ വന്ന് ടെൻഷൻ അടിച്ച് തിരിച്ചു പോകാതിരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യുക. എനിക്കറിയാവുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എപ്പോഴും വേണമെങ്കിൽ ഞാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അതിനുള്ള ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം ആരും വന്ന് ഇവിടെ പറ്റിക്കപ്പെടരുത്, ചീറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒന്നാമത് കാരണം റഷ്യൻ സിറ്റിസൺ എന്ന രീതിയിലുള്ള ഒരു
ഒരു എന്താ പറയുക ഞാൻ ഇവിടുത്തെ റഷ്യൻ പാസ്പോർട്ട് ഉള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സ്റ്റുഡൻറ്റ് വിസയിലും ബിസിനസ് വിസയിലും വന്നിട്ടും വിസ ചെയ്യുന്ന ആൾക്കാരുണ്ട്. തട്ടിപ്പിൻ്റെ വലിയൊരു ഫ്രോഡുകളായിരിക്കും ഇവർക്ക് ഒരു ചങ്ങലയായിരിക്കും. അപ്പോൾ ഈ ചങ്ങലകളൊക്കെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. ഇതൊക്കെ കണക്ഷൻ ആയിരിക്കും, പല കണക്ഷൻ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവനായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.